അങ്ങനെ കാത്തിരുന്ന് ഞാനും പോയി വാഴ കാണാൻ. ആക്ച്വലി പോയിട്ട് 2-3 ദിവസമായെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി. ഞാൻ കൊടുങ്ങല്ലൂർ ഡി സിനിമാസിലാട്ടോ സിനിമ കാണാൻ പോയത്. ടിക്കറ്റൊക്കെ കിട്ടാൻ നല്ല റഷായിരുന്നു, എന്നാലും കിട്ടിയ അവസാനം. ഈ വാഴയുള്ള ഫ്രണ്ട്സിൻ്റെ ബോണ്ടിങ് പോലെ എനിക്ക് എൻ്റെ കൂടെ ഉള്ളൊരു വാഴയാട്ടോ ഒന്ന് എൻ്റെ കൂടെ മൂവിക്ക് പറഞ്ഞാൽ എൻ്റെ എന്ത് കാര്യത്തിലാണെങ്കിലും അവൾ കട്ട സപ്പോർട്ട് ഉണ്ടാവും. തിയേറ്ററിൽ പോകണമെങ്കിലും കുറച്ച് പോപ്കോണൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് വിലയൊക്കെ നോക്കി. പക്ഷേ ഞങ്ങളുടെ ബഡ്ജറ്റ് നോക്കാത്തതുകൊണ്ട് ഒരേ കുപ്പി വെള്ളവും മേടിച്ച് ഞങ്ങൾ തിയേറ്ററിൽ കയറി. ഇതൊരു കിഡ് മൂവി ആട്ടോ. ഫസ്റ്റ് ഹാഫിൽ നല്ലതായിട്ട് ചിരിച്ചെങ്കിൽ സെക്കൻഡ് ഹാഫിൽ മൊത്തം ശോകം കരച്ചിലായി. ഈ വാഴയിലെ ഗ്യാങ് പോലെ തന്നെ ആയിരുന്നു ഞങ്ങൾ വാഴ 1 കാണാൻ പോകുമ്പോൾ ഞങ്ങളുടെ ഗ്യാങ് അപ്പം ഇങ്ങനെ ചുരുങ്ങി 2 പേരായിട്ട് ചുരുങ്ങിപ്പോയി. എല്ലാവരും ഓരോരോ കാര്യങ്ങളിൽ ബിസി ആയിപ്പോയി. മൂവി കഴിഞ്ഞൊരു മന്തി അത് നിർബന്ധമാണ്. താഴെ ഇരിക്കാൻ സീറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പൊക്കത്താട്ട് വരുന്നത്. അങ്ങനെ മെനു കരിച്ച് വരക്കി ഞങ്ങളൊരു മന്തിയൊക്കെ ഓർഡർ ചെയ്ത് ഒരു 15 മിനിറ്റാണ് ഞങ്ങളോട് ഓർഡറിൻ്റെ ടൈം പറഞ്ഞത്. ആദ്യം പ്ലേറ്റ് വന്നൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഗ്ലാസ് വന്നു. അതും കഴിഞ്ഞൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി മന്തി വന്നത്. കുറച്ച് വെയിറ്റ് ചെയ്യുമെങ്കിലും നല്ല അടിപൊളി മന്തി ആട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും ഇവിടെ തന്നെ പോകണേ. ഞാൻ അൽഫാം എടുത്ത് പ്ലേറ്റ് വെച്ചപ്പോഴേക്കും എൻ്റെ ഫ്രണ്ടാട്ടോ എനിക്ക് ചോറൊക്കെ വിളമ്പി തരുന്നത്. നിങ്ങൾക്കുണ്ടോ ഇങ്ങനത്തെ ഫ്രണ്ട്? അപ്പോൾ പിന്നെ കാണാട്ടാ, ബൈ.